ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി ആദ്യമായിട്ട് ജോലിക്ക് പോവാണ് കേട്ടോ. സുധീഷാണ് അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവനൊരു ഗിഫ്റ്റൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്, നല്ല അടിപൊളി വാച്ച്. അത് അവൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, അത് കെട്ടിക്കൊണ്ടാണ് അവൾ പോകുന്നത് കേട്ടോ. അങ്ങനെ അവർ ഓഫീസിലേക്ക് എത്താണ് കേട്ടോ. അങ്ങനെ നിധി കാറിന് ഇറങ്ങാൻ നേരത്ത് സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഫസ്റ്റ് ഡേ തന്നെ അടിപൊളിയാവട്ടെ. അപ്പോൾ അവൾ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, അതെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിനല്ല വന്നത്, ജോലിക്കാണ്. അതുകൊണ്ട് ഞാൻ വരുന്നവരെ ഇവിടെ കറങ്ങി തിരിഞ്ഞൊന്നും നടക്കണ്ട, പോയി അവനവൻ്റെ പണി ചെയ്യാൻ നോക്ക്. അത് കേട്ടപ്പോൾ അവന് ഓ ശരി മാഡം എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. അങ്ങനെ അവൾ ശരി എന്നാൽ ഞാൻ പോവാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതായത് റിസപ്ഷനിലെ ഒരു കുട്ടി. ആ കുട്ടി നിധിനെ കണ്ടപ്പോൾ തന്നെ ഹായ് നിധി എന്നും പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ്. അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നാണല്ലേ ഫസ്റ്റ് ഡേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ചെയർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നിധിയുടെ ചെയർ, പക്ഷെ എപ്പോഴും ഇവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഇവിടെ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് ജോലി ചെയ്യാം. നിധി ആണെങ്കിൽ ആ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാനൊരു വർഷമായി, പക്ഷെ ഒരു വർഷം കഴിഞ്ഞത് അറിയുന്നേ ഇല്ല, അത്രയ്ക്കും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിധിക്കൊരു സർപ്രൈസ് ഉണ്ട്, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നിധിനെ കൂട്ടി കൊണ്ടുപോവാണ്. അങ്ങനെ സർപ്രൈസ് ഉള്ള റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ നിറച്ചും അവിടുത്തെ വർക്കേഴ്സ് ആയിരിക്കും കേട്ടോ. അവരെല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് അവളെ വെൽക്കം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിലൊരു കേക്കും ഉണ്ട്. അപ്പോൾ അവരുടെ ബോസ് ഉണ്ട്. അങ്ങനെ നിധിനോട് പറയുന്നുണ്ട്, ഹായ് നിധി, ഓൾ ദി ബെസ്റ്റ്, വരൂ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇവിടെ പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കേക്ക് കട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൾ അതീവ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും വേറൊരാൾ വരികയാണ് കേട്ടോ. അയാളെ കണ്ടതും അവളോട് സംസാരിച്ചിരിക്കുന്ന ബോസ് പറയുന്നുണ്ട്, ഓ ഷാർപ്പ് ടൈം എന്നൊക്കെ പറഞ്ഞ് അവന് കൈ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെന്തോ ഒരു അച്ചീവ്മെൻറ്റ് ഈ വന്ന ആൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധിയോട് സംസാരിച്ച് ആ കുട്ടി പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ മറ്റൊരു ബോസ്. അപ്പോൾ അവൾ ഓ ഓക്കെ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ രണ്ട് ബോസുമാരും കൂടെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ബോസ് പറയുന്നുണ്ട്, ഞാൻ കറക്റ്റ് ടൈമിലാണ് എത്തിയത്, ഒരു കേക്ക് കട്ടിങ് കിട്ടിയല്ലോ. എന്നിട്ട് നിധിനോട് പറയുന്നുണ്ട്, ഓൾ ദി ബെസ്റ്റ് നിധി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, ഇയാളുടെ പ്രൊഫൈൽ കണ്ടപ്പോഴേ ഞങ്ങൾ ഹാപ്പിയായി, കാരണം ഇങ്ങനെ ഒരു കാലിബറുള്ള ആൾക്കാരെയാണ് നമ്മൾക്ക് ആവശ്യം, അതെന്തായാലും നിധിക്കുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഷുവർ സാർ, ഞാൻ എൻ്റെ ബെസ്റ്റ് എന്തായാലും ഇവിടെ കാഴ്ചവെക്കും. ഓ ഓക്കെ ഓക്കെ, താങ്ക് യു എന്നൊക്കെ ആ സാറും പറയുന്നുണ്ട്. അങ്ങനെ ആ സാറ് അവളെ പരിചയപ്പെടുകയാണ്. അങ്ങനെ സാറിൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. എന്നിട്ട് അവർ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ആ സാറ് പറയുന്നുണ്ട്, ഇവിടെ ആര് ജോയിൻ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടാണ് അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ആചാരത്തിലേക്ക് നിധിക്ക് സ്വാഗതം, എന്തായാലും കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ പറയാൻ കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ്, എന്തൊരു സന്തോഷം അവൾക്ക്, കാരണം ഇങ്ങനെ ഒരു കമ്പനിയിൽ തന്നെ ഫസ്റ്റ് ടൈം ജോലി ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. എല്ലാ വർക്കേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. നിധി എല്ലാവരെയും പരിചയപ്പെട്ടു. ഒടുവിൽ അവൾ അവളുടെ സീറ്റിൽ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടി വന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇമെയിൽ ID വന്നിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യൂ. അങ്ങനെ അവൾക്ക് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുൻപ് ചെയ്തിരുന്ന ഫയൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അപ്പോൾ ആ വർക്കൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി തൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് തന്നെ മുൻപ് നടന്ന കാര്യങ്ങൾ അവളൊന്ന് ഓർക്കാണ്. അവളുടെ അച്ഛൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞതും ഇനി തനിക്ക് എവിടെയും ജോലി കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കിയതും സങ്കടപ്പെട്ടതും ഇപ്പോൾ ദാ ഒരു സ്വപ്നം പോലെ തൻ്റെ കയ്യിൽ തനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു എന്നൊക്കെ അവളങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് വിളിക്കുന്നുണ്ട്. അവൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, ഇവിടെ നല്ല അടിപൊളിയാണ്, എനിക്കിപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, അവരെനിക്ക് സർപ്രൈസ് തന്നതായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ പ്രായമുള്ള ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ ഇടത്തേക്ക് കോളേജിൽ പോകണ പോലെ ജോലിക്ക് പോകാലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സുഭാഷ് ഏട്ടനും വിളിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനോടും അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ഏട്ടാ, അവിടെ സേഫാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്. അങ്ങനെ ആ കോളും കട്ടായിട്ട് അവൾ വർക്കിലേക്ക് തന്നെ തുടരുകയാണ് കേട്ടോ. അങ്ങനെ ടീ ബ്രേക്ക് ആയിട്ടോ. അങ്ങനെ നിധി ആ കുട്ടിയും കൂടെ ചായ കുടിക്കുന്ന സമയത്ത് സുധീഷ് വിളിക്കുന്നുണ്ട്. അവരൊരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ സുധീഷ് വിളിക്കുന്നത്. അങ്ങനെ അവൾ ആ കുട്ടിയോട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി എന്താണ് വിശേഷം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല ഇയാളല്ലേ എന്നെ രാവിലെ കൊണ്ടാക്കി. ഓ അതല്ല, എങ്ങനെയുണ്ട് ഓഫീസൊക്കെ? ഓ ഓഫീസൊക്കെ അടിപൊളിയാണ്, എന്തായാലും സൂപ്പറാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ, ഇറങ്ങുന്ന സമയം പറയാൻ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇയാൾ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ? അല്ല നിധി, ഇന്ന് ഞാൻ വരാം, റൂട്ടൊക്കെ മനസ്സിലാവേണ്ടേ, ഫസ്റ്റ് ഡേ അല്ലേ, എനിക്കൊന്നും കുഴപ്പമില്ല സുധീഷ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ ഓക്കെ ഓക്കെ നിധി, നീ ഒറ്റയ്ക്ക് വന്നോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവൾ മറ്റേ കുട്ടിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടി ചോദിക്കുന്നുണ്ട്, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഏടത്തി, കുട്ടി, അത്രയും പേരുണ്ട്. ഓ വീട്ടിലെ ചെല്ലക്കുട്ടിയാണ്, അതുകൊണ്ടാണല്ലോ എപ്പോഴും കോൾ വരുന്നത്. പക്ഷെ അത് കേട്ടപ്പം അവൾ മൂളിയെങ്കിലും അവൾക്ക് അത്ര
ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് തോന്നിയില്ല. കാരണം അത് കള്ളാണല്ലോ. അവളെ വിളിച്ചത് സുഭാഷ് ഏട്ടനും നികേഷും ആണല്ലോ. അതിപ്പോൾ ഈ കുട്ടിയുടെ മുന്നിൽ വെളിപ്പെടുത്താൻ അവൾക്ക് താല്പര്യമില്ല. കാരണം കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പോലും അതൊരു മനസ്സനുവദിച്ച കല്യാണമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിധി പെട്ടെന്നൊന്ന് ഗ്ലൂമി ആവാണ്. അങ്ങനെ പിന്നെ ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ സമയത്ത് അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകാണ് കേട്ടോ. ഈ കുട്ടിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ നിധിയുടെ മനസ്സ് മൊത്തം മറ്റൊരു ലോകത്താണ്. അവൾ ചിന്തിക്കുന്നത് അന്ന് കല്യാണം കഴിഞ്ഞ സന്ദർഭമൊക്കെയാണ് കേട്ടോ. കാരണം ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത പോലെയാണല്ലോ അന്ന് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് അവൾക്കൊരു കുറ്റബോധം ഉണ്ട്, ഇവളോട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിലൊരു കുറ്റബോധം ഉണ്ട്, ഇവരൊക്കെ പറ്റിക്കുകയാണോ എന്നൊക്കെ. പക്ഷെ അവൾ തന്നെ മനസ്സിന് സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതൊന്നും ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച കല്യാണമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് തന്നെ വിചാരിക്കുന്നതിലും പറയുന്നതിലും എന്താ കുറ്റം എന്നവളിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൾക്കൊരു ആശ്വാസമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല നിധി നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, നിൻ്റെ സ്വന്തം വീട് എവിടെയാണ് എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ, നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ വീട് തക്കലയാണ്, പക്ഷെ ഞാനിവിടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ നിധിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് കലുഷിതമാവാണ് കേട്ടോ. അവളെന്തോ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. ചിലപ്പം ഹോസ്റ്റലിലേക്ക് മാറണം എന്നായിരിക്കാം, നമുക്കറിയില്ല, ജോലിക്ക് കിട്ടിയല്ലോ. പിന്നീട് കാണിക്കുന്നത് ജോലി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ വരുന്നതാണ് കേട്ടോ. അപ്പം ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിനക്ക് വീട്ടിലെത്തിയിട്ട് 1 കിലോമീറ്റർ നടക്കാനില്ലേ? അപ്പോൾ നിധി പറയുന്നുണ്ട്, അതേ നടക്കാനുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ശീലമായല്ലോ, ഇനിയിപ്പോൾ ശീലമാവണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നിധിനെ ഒരാൾ തട്ടിപ്പോകുന്നത്. അവളും പെട്ടെന്ന് അങ്ങോട്ട് വേച്ചു പോയി വീഴാൻ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവളുടെ പേപ്പേഴ്സൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ആ പെണ്ണ് അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിലേക്ക് നോക്കുമ്പോൾ അത് നികേഷിൻ്റെ അമ്മയാണ്, ആ ഹിന്ദിക്കാരി പെണ്ണാണ്. പക്ഷെ അവൾക്ക് പെട്ടെന്ന് അവരെ മനസ്സിലായില്ല. അവൾക്കതൊക്കെ എടുത്തു കൊടുത്തിട്ട് തിരിഞ്ഞ് നടന്ന് പോവുകയാണ്. അപ്പോൾ നിധി അവിടെ പെട്ടെന്ന് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്, എവിടെയോ കണ്ടു പറഞ്ഞ പോലെ. പക്ഷെ അവൾക്ക് ഉറപ്പാണ് ഇതൊരു നെഗറ്റീവ് റോളായിട്ട് തന്നെ മനസ്സിലുള്ള ഒരാളാണ്. അങ്ങനെ അവൾ അവിടെ സ്റ്റെക്കാകുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിധി വാ നമുക്ക് പോകാം. അങ്ങനെ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എവിടെയോ അവരെ കണ്ടിട്ടുണ്ടല്ലോ. കൂടെയുള്ള കുട്ടിയാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇയാൾ ഈ ലോകത്തൊന്നും അല്ലല്ലോ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ സോറി, ഞാനൊന്നും കേട്ടില്ല, എന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ഇടിച്ചില്ല, ഞാൻ അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ, എന്നാലോ നല്ല പരിചയമുള്ള ആളും അല്ല. അത് കേട്ടപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഓ അതാണോ, അതെനിക്കും തോന്നാറുണ്ട് ചിലവരെ കാണുമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോഴും അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവൾ ബസ് കയറി വീട്ടിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ നികേഷ് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ ഏതോ ലോകത്തായി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൾ നികേഷിനെ കണ്ടതേ ഇല്ല. നികേഷ് ആണെങ്കിൽ എടുത്തിന്ന് വിളിക്കുന്നുണ്ട്, അവൾ കേൾക്കുന്നില്ല. അവൾ നേരെ ബസ് ഇറങ്ങി നടന്നു പോവാണ്. ഒടുവിൽ അവൻ ഓടിച്ചെന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് അവൾ ഷോക്കാവുന്നത്, നികേഷ് നീയോ? ആ എടുത്ത് എത്ര വിളിച്ചു, എടുത്ത് ഏത് ലോകത്ത്, എങ്ങോട്ടേക്ക് നടന്നു പോകുന്നത്? അപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എടുത്തി ഓഫീസ്, ഉഷാറല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലടാ, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഒരാളെന്ന് കണ്ടു, പക്ഷെ എനിക്ക് വലിയ പരിചയമില്ലാത്തൊരാൾ, പക്ഷെ എവിടെയോ കണ്ട പോലെ ഞാനത് ഓർത്ത് നിൽക്കുമായിരുന്നു. ഓ അതാണോ എടുത്തി? അതും പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ കോളേജിലൊരു ഫിലിം ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അവനെ തിരഞ്ഞെടുത്തു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവൾ ഏതോ ലോകത്താണ്. അങ്ങനെ ഓർത്ത് ഒടുവിൽ അവൾക്ക് കിട്ടി, അത് നികേഷിൻ്റെ അമ്മയാണ്, ആ ഹിന്ദിക്കാരി സ്ത്രീയാണെന്ന് അവൾ ഓർത്തെടുക്കുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അന്ന് ആ ഫോട്ടോ കണ്ടതും എല്ലാം കൂടെ അവൾ പെട്ടെന്ന് ഷോക്കായിട്ട് അവിടെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡ് തൊട്ട് നികേഷിൻ്റെ അമ്മേനെ നികേഷ് തിരിച്ചറിയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. ഓക്കെ ബൈ, താങ്ക്